ഹായ്, ഇന്ന് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാം. നൈക്കയിൽ പിങ്ക് സൈൽ നടക്കുന്നുണ്ട്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതും എന്നാൽ നമ്മളെ കയ്യിൽ മസ്റ്റ് ഹാവ് ആയിട്ട് വേണ്ടതുമായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ബിഗിനർ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആവും. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ നൈക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് വെറ്റ് വൈപ്സ് ആണ്. ഞാൻ കൂടുതലും കളർ ബാറിൻ്റെ വെറ്റ് വൈപ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ അതിപ്പോൾ സോൾഡ് ഔട്ട് ആയതുകൊണ്ട് ഇപ്പം ഞാൻ നൈക്കയുടെ വൈപ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ ടോട്ടൽ 30 വൈപ്സ് ആണ് വരുന്നത്. മേക്കപ്പിൻ്റെ മുന്നേ ഫേസ് നല്ല ക്ലീൻ ആക്കാനും മേക്കപ്പ് റിമൂവ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഇതിനേക്കാളും ബെറ്റർ മിസെല്ലാർ വാട്ടർ ആണ് കേട്ടോ. ഞാൻ അത് യൂസ് ചെയ്യാറ്. നല്ല ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇത് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും വേണ്ട പ്രൊഡക്റ്റ് ആണല്ലോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് മാക്കിൻ്റെ പ്രൊഡക്റ്റ് നയിക്കുന്നത് വാങ്ങിക്കുന്നത്. ഇത് കറക്ഷൻ ആൻഡ് കൺസീലിംഗ് പാലറ്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ എപ്പോഴും മാക്കിൻ്റെ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കാറാണ്. ഇത് അത്ര അഫോർഡബിൾ ഒന്നല്ല, പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ച് ഓഫർ കണ്ടപ്പോൾ ഞാനൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിയതാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് യൂസ് ചെയ്ത് നോക്കാമല്ലോ. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിലും ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു 3 ഷെയ്ഡുകളാണ് കൂടുതൽ യൂസ് ആക്കുക. പിന്നെ ഇത് രണ്ടുമാണ് നമ്മൾ കറപ്ഷൻക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു ബ്രഷ്. ഇത് മാഴ്സിൻ്റെ ആണ്. ഐ ഷാഡോ നമുക്ക് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഈ ഒരു ബ്രഷ് നല്ല അഫോർഡബിൾ ആണ്. റേറ്റ് ഇതിൻ്റെ ഒന്നും മിസ്സായി പോയി. അപ്പോൾ ഞാൻ വീണ്ടും അത് വാങ്ങിച്ചതാണ് കേട്ടോ. നെക്സ്റ്റ് പാക്കിൽ 2 പ്രൊഡക്റ്റാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒന്ന് ഫ്രീ ഗിഫ്റ്റ് ആണ്, ഒരു പെർഫ്യൂം ആയിരുന്നു. അടുത്തത് ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഇൻസൈറ്റിൻ്റെ കോഫി കോമൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ലൊരു ബ്രിക്ക് റെഡ് ആണ് കേട്ടോ. ഇത് ഞാൻ എനിക്ക് വാങ്ങിച്ചതല്ല, വേറൊരാൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്തതാണ്. അടുത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ അതൊരു നല്ല സേഫ് ആയിട്ടൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരുപാട് റിവ്യൂ കണ്ട് അങ്ങനെ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇത് എൽഫിൻ്റെ ഹെലോ ഗ്ലോ ലിക്വിഡ് ഫിൽറ്റർ ആണ്. ഇതിന് പകരം ഞാൻ യൂസ് ചെയ്തിരുന്നത് ഷാർലറ്റ് ടെലിബ്രിയുടെ ഫ്ലൗലെസ് ഫിൽറ്റർ ആണ് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് ഷാർലറ്റ് ടെലിബ്രിയുടെ ഫിൽറ്ററിൻ്റെ ഡ്യൂപ്പാണെന്നാണ് എല്ലാവരും റിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഒന്ന് വാങ്ങിച്ചു നോക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പർച്ചേസ് ചെയ്തതാണ്. ഈ ഫിൽറ്റർ കാണുമ്പോൾ നമുക്കൊരു ലിക്വിഡ് ഫൗണ്ടേഷൻ പോലെയാണ് ഫീൽ ചെയ്യുക. ഇത് നമുക്ക് ഫൗണ്ടേഷൻ്റെ മുന്നേ യൂസ് ആക്കാം, ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അതല്ലാതെ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇത്ര ഡ്യൂപ്പാണെന്ന് പറഞ്ഞാലും ഹൈ എൻഡ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അത് വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് പ്രോഡക്റ്റ് ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് അക്വാ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് PACയുടെ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതൊരു വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ ആണ്. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റിന് കൊടുത്തിട്ടുള്ളത് വാട്ടർ എന്നാണ്. ഓയിൽ സ്കിന്നുള്ള ബ്രൈഡ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ബോട്ടിൽ കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ് കേട്ടോ. അത് നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു കൂള് ഫീൽ ചെയ്യും. അടുത്ത പാക്കിൽ 2 പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഇതൊരു ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഒരു ബ്ലഷും ആണ്. ഇതൊരു ലിക്വിഡ് ബ്ലഷ് ആണ് കേട്ടോ. എനിക്ക് പൗഡർ ബ്ലഷിനേക്കാളും കൂടുതൽ ഇഷ്ടം ലിക്വിഡ് ആയിട്ടുള്ളതാണ്. PACയുടെ സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലഷാണ്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഒരു പീച്ച് പിങ്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ല ലോങ് ലാസ്റ്റിങ്ങും നല്ല പിഗ്മെൻറ്റേഷനും ഉള്ളൊരു ബ്ലഷാണ് കേട്ടോ. നമുക്ക് ബ്രൈഡ്സിനാണെന്നുണ്ടെങ്കിലും സെൽഫ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഷൊക്കെ നോക്കുന്നവരാണെങ്കിലും നമുക്ക് മസ്റ്റായിട്ടും ഈ ഒരു ബ്ലഷ് വാങ്ങി കയ്യിൽ വെച്ചോ. പിന്നെ PACയുടെ എല്ലാ പ്രൊഡക്റ്റുകളും ബെസ്റ്റാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാനിപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ബ്രൈഡ്സിനാണെങ്കിലും എനിക്ക് സെൽഫ് യൂസ് ചെയ്യാനും ഞാൻ വാങ്ങിക്കാറുണ്ട്. ഇത് പാറുൽ ഗർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഓൺ പ്രൊഡക്റ്റാണ്. അവരുടെ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ എനിക്ക് കുറച്ചും കൂടി നല്ല ഇഷ്ടമായി ഇവരുടെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്. ഇതൊരു പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതിൻ്റെ ഉബേസ്ഡ് എന്ന് പറഞ്ഞ ഷെയ്ഡും നല്ലതാണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് ലിപ്പ് കുറച്ച് മാറ്റ് ആക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യണതിൻ്റെ മുന്നേ മസ്റ്റായിട്ടും ഒരു ലിപ് ബാം യൂസ് ആക്കുക. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. നമുക്ക് ഒരുപാട് ഡാർക്കും അല്ലാതെ ഒരുപാട് ലൈറ്റും അല്ലാതെ എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അടുത്ത പ്രൊഡക്റ്റും ഒരു ലിപ്സ്റ്റിക് തന്നെയാണ്. ഇത് മെബെല്ലയിൻ്റെ വിനൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റേ ലിപ്സ്റ്റിക്കാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഒരുപാട് വലിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് നമ്മൾ സെഫോറയിലത്തെ കളക്ഷനിലുള്ള ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ലാസ്റ്റിംഗ് എനിക്ക് ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കുകൾക്കൊക്കെ തോന്നാറുണ്ട്. ഇതിൻ്റെ നമ്പർ 130 എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അടുത്ത നിങ്ങൾക്ക് ഞാൻ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺസീലറിനെ പറ്റിയിട്ടാണ് പറയണത് കേട്ടോ. ഇത് ലോറിയൽ പാരീസിൻ്റെ ഇൻഫാലബിൾ ഫുൾ വെയർ കൺസീലറാണ്. ഞാൻ ഒരുപാട് കൺസീലറുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, ബിഗിനർ മുതൽ ഇതുവരെ. ഇതിൽ എനിക്ക് ടാറ്റയുടെ അല്ലെങ്കിൽ ടു ഫേസിൻ്റെ ഒക്കെ കൺസീലർ ഞാൻ യൂസ് ആക്കിയിട്ടുള്ളതാണ്, ഹൈ എൻഡ് ബ്രാൻഡിലുള്ള. പക്ഷേ ടാറ്റേനേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ടു ഫേസിൻ്റെ കൺസീലർ. ടു ഫേസിന് വരുന്ന അതേ കൺസിസ്റ്റൻസിയും കവറേജും ഈ ഒരു കൺസീലറും നമുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് 317 ആണ്. മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോണിന് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് ഒരു ബ്രഷാണ്. ഇത് ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് വാങ്ങിക്കുന്നത് കേട്ടോ. ആദ്യം വാങ്ങിച്ചത് ഒരുപാട് കാലം ഞാൻ യൂസ് ചെയ്ത് കേട് വന്നു പോയി. അപ്പോൾ ഞാൻ വീണ്ടും ഇത് റീപർച്ചേസ് ചെയ്തതാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പൗഡർ ബ്രഷ് നമുക്ക് ഒരുപാട് വേർത്താണ് കേട്ടോ. ഞാൻ കൂടുതലും PACയുടെ ബ്രഷുകളാണ് യൂസ് ആക്കുക. അതിലുള്ള പൗഡർ ബ്രഷിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ബ്രഷിനുള്ളത്. നല്ല അഫോർഡബിൾ ആണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്രഷാണ് കേട്ടോ. നമുക്ക്
പൗഡറൊക്കെ അപ്ലൈ ചെയ്യാൻ നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബ്രഷ് എന്തായാലും നിങ്ങൾ വാങ്ങി വെച്ചോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകളാണ് ഞാൻ നൈക്കിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ ബ്രഷ് അതുപോലെ ലിപ്സ്റ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നൈക്കിൽ നിന്ന് നല്ല ഓഫറിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തോട്ടോ.